ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫിഷ് മോളി തയ്യാറാക്കി എടുക്കാൻ അധികം മുള്ളൊന്നും ഇല്ലാത്ത ഏത് തരം മീനും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നന്നായി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല പുരട്ടി വെക്കണം. ഒരു ചട്ടിയിലേക്ക് ഞാൻ 3/4 ടീസ്പൂണോളം മഞ്ഞൾ ചേർത്തിട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഒരുപാട് മസാല ചേർക്കുന്നില്ല, മുളക് പൊടി ചേർക്കുന്നേ ഇല്ല ഈ കറിയിലേക്ക്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. കല്ലുപ്പ് ചേർക്കുമ്പോൾ ഫിഷ് മോളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട്. ഇനി മീനിലേക്ക് ഈ മസാല പുരട്ടി വെക്കാം. ഈ മീന് നിങ്ങൾക്ക് മുറിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ചെയ്തേ ഉള്ളൂ. അതുപോലെ തന്നെ മസാലയുടെ കാര്യം, മസാല ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മസാല മാത്രം മതി. ഞാനിപ്പോൾ ആ ചെയ്ത ഒരു ഇത്തിരി മസാല കൊണ്ടാണ് ഇത്രയും ചെയ്തിട്ടുള്ളത്. മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നേ ഇല്ല. ഇനി ഇത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ അരമണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 1-ാം പാലും 2-ാം പാലും. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. സവാള ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഞാൻ 3 അല്ലി എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് വേണ്ട. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ ഞാൻ എടുത്തത് ഒരു തേങ്ങയാണ്. ഒരു തേങ്ങയിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാലും 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും എടുത്തു. അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഇതുപോലത്തെ പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. ഞാനിപ്പോൾ ദോശക്കല്ലുണ്ടല്ലോ, നമ്മുടെ കല്ലിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ദോശക്കല്ലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അത് പിന്നെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ദോശ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ടാണ് ഉണ്ടാവുക. ആ സമയത്ത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 തക്കാളിയും കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ കല്ലൊക്കെ നന്നായി ചൂടായി, മീനിൻ്റെ ഒരു സൈഡൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മറിച്ചിടാനൊക്കെ ആയിട്ട് 3/4 ഭാഗമൊക്കെ കുക്കായ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല അപ്പുറത്തെ അടുപ്പിൽ റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്താലേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരണം. നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു മൂത്ത മണക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് റോസ്റ്റായി പോകണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി മതി. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ ഈ തക്കാളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം. ഒരുപാട് സമയം എടുക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ. മുറിച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ മീൻ സെൻറ്ററിലുള്ളത് പെട്ടെന്ന് തന്നെ ആയി. ഇനി ഈ സൈഡിലുള്ളത് ഒന്നുകൂടെ കുക്കാവാനുണ്ട്. അതിപ്പോൾ സെൻറ്ററിലേക്ക് തന്നെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇതിൽ തന്നെ വെക്കുകയാണ്. കുറച്ച് സമയം എടുക്കും ഗ്രില്ലായി കിട്ടാൻ. അപ്പോൾ നമ്മുടെ സവാളൊക്കെ ട്രാൻസ്പെറൻ്റായി വന്ന സമയത്ത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുക. അപ്പോൾ നിങ്ങൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് ചേർക്കുക. ഇതിപ്പോൾ അത്യാവശ്യം എരിവുണ്ടായിരുന്നു. 1/2 ടീസ്പൂണോളം മഞ്ഞളും ചേർക്കുക. നമ്മളിപ്പോൾ മീനിൽ അത്യാവശ്യം മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മതി. ഇനി ഇത് പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റുക.
ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കുക. മീൻ ചേർത്തിട്ട് ഒരുപാട് അങ്ങ് കുത്തി ഇളക്കണ്ട. ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ മസാല കുറേശ്ശെ എടുത്തിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കുക. 5 മിനിറ്റോളം ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് ഈ സവാളയുടെ പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ കയറി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. കുറച്ച് സമയം ഈ മസാലയുടെ കൂടെ മീൻ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ മിക്സാക്കി എടുക്കുമ്പോൾ മീനൊന്നും ഉടഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കാം. ഇതുപോലെ ചുഴറ്റി കൊടുത്താലും മതി. ഡബ്ബാൽ ചേർത്താൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് വറ്റി പോണ്ട. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. നന്നായി തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1ാം പാലും ചേർത്തിട്ട് ഇനി തിളപ്പിക്കരുത്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ നീരൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരിക്കലും ചെറുനാരങ്ങയുടെ നീര് ചേർക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്തിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുക. അപ്പോൾ ഈ പുളി പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക. ഇനി അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് ഉണ്ടാവും. ഇതിലേക്ക് നല്ല ചൂടുള്ള അപ്പം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, പൊറോട്ട ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് തന്നെയാണ്. സാധാരണ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുക എന്തായാലും മുളക് പൊടി ചേർക്കാതിരിക്കില്ല. അപ്പോൾ ഇത് ഒരു പ്രത്യേക ഫ്ലേവറിലാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. ബൈ.